മറ്റു വാർത്തകളിലേക്ക് പോയാൽ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പോലീസ് വാദം തെറ്റെന്ന് പെൺകുട്ടികളുടെ കുടുംബം. തങ്ങളുടെ സമ്മതപ്രകാരമാണ് കമലേശ്വരി പ്രധാൻ കന്യാസ്ത്രീകൾക്കൊപ്പം ആഗ്രയ്ക്ക് പോയതെന്ന് കുടുംബം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 8,000 രൂപ മാസ ശമ്പളത്തിന് പാചക തൊഴിലാളിയായിട്ടാണ് ജോലിക്ക് പോയതെന്നും ജോലിക്ക് പോകുമ്പോൾ പോലീസിനെ അറിയിച്ചു പോകേണ്ട ആവശ്യമില്ലെന്നും പെൺകുട്ടിയുടെ അമ്മയും വ്യക്തമാക്കി. पैसा पटाएबा मैं भेजत रही बजरंगी धरी से मोला दे पैसा। एक और आपको बचा है, उसको ये सिस्टर को पहचान है और उसको कोई आपको पहचान कर दिया सिस्टर लोग? हाँ जानकारी दी मन मोला तहाँ मैं भेजत रही हूँ। ओके। और पूरा सामान नौकर देबो या खाना पीना करके 8,000 पैसा देबो कह के कीन तहाँ मैं भेजे। उसको आप ईसाई मत में विश्वास करते हैं? जी जी। कितना साल? 5 साल हो गए। 5 साल। ओके। उसको अभी क्या बोल दिया उधर जागरा के लिए? कौन सी जॉब के लिए जाना है? खाना बनाने के लिए। खाना बनाने के लिए? जी। कितना सैलरी बताया? यही 8 से 10 तक। 8 के 10 साल। കൂടുതൽ വിവരങ്ങളുമായി ശരത്ലാൽ ചേരുകയാണ്. ശരത്ത്, ഈ കുടുംബത്തിന് ഒരു പരാതിയുമില്ല, ആ സ്ഥിതി നേരത്തെ തന്നെ പോലീസിന് ബോധ്യമായിട്ടുണ്ട്, എന്നിട്ടും ആ കേസെടുക്കാനുള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. രുചിഷ്, അത് തന്നെ നമ്മൾ അതായത് ദുർഗിൽ നിന്ന് 240 കിലോമീറ്റർ അകലെയാണ്. നാരായൺപൂരിൽ നിന്നും 12 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് ഇവരുടെ ഈ ഗ്രാമം. ഈ ഗ്രാമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമമുഖ്യൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഗ്രാമം. ഇതിലെ ഏക ക്രിസ്ത്യാനി വിശ്വാസികളാണ് ഈ കുടുംബമുള്ളത്. മറ്റുള്ളവരൊക്കെ തന്നെ ഹിന്ദുമത വിശ്വാസികളാണ്. ഈ കുടുംബം അത് തന്നെയാണ് പറയുന്നത്. തങ്ങൾക്ക് ദാരിദ്ര്യമാണ്. 5 ലക്ഷത്തോളം രൂപ ലോൺ ഉണ്ട്. 5 പെൺകുട്ടികളാണുള്ളത്. ഇങ്ങനെ ദാരിദ്ര്യമുള്ളതാണ് ക്രിസ്ത്യാനിയായതും അതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും 5 വർഷമായി ക്രിസ്ത്യൻ മതത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാണ് പറയുന്നത്. രുചീഷ്. ശരി ശരത്ത്, എന്തായാലും കുടുംബം വ്യക്തമാക്കുന്നത് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം പൂർണ്ണ സമ്മതത്തോടെയാണ് പെൺകുട്ടി പോയതെന്നാണ് കമലേശ്വരി പ്രധാന്റെ കുടുംബം ന്യൂസ് മലയാളത്തോട് അറിയിച്ചത്. 8,000 രൂപ മാസ ശമ്പളത്തിന് പാചക തൊഴിലാളിയായി ജോലിക്ക് പോയതെന്നാണ് കുടുംബം അറിയുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് പോലീസിനെ അറിയിക്കേണ്ട സാഹചര്യമില്ലെന്നും കുടുംബം ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. ശരത്ലാലാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.